കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ ഏതാണ്ട് 7411 കോടി രൂപയാണ് SC/ST വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ലാപ്സാക്കി കളഞ്ഞത്. കേരള മോഡൽ പറയുമ്പോഴും കേരളത്തിലെ ദളിതർ ഇന്ന് വിഭവമില്ലാത്ത, ഭൂമിയില്ലാത്ത, വേണ്ടത്ര തൊഴിലുകളില്ലാത്ത, ജീവിത ഉപാധികൾ ഇല്ലാത്ത നിലയിൽ അങ്ങേയറ്റം എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായി SC/ST വിഭാഗങ്ങൾ മാറിയിരിക്കുന്നു. കുറേ വർഷങ്ങളായി SC/ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ ഗ്രാൻറ്റുകളോ ഒന്നും തന്നെ സമയബന്ധിതമായി കിട്ടാത്തത് മൂലം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വലിയ നിലയ്ക്ക് അവർ ഡ്രോപ്പ് ഔട്ട്സ് ആവുകയോ അവർ പല നിലയ്ക്കും അപമാനിക്കപ്പെടുകയോ ചെയ്യുകയാണ്. കീഴാളരുടെ ഒരു രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് വിമർശനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ, അത് അധികാര പങ്കാളിത്തം എന്നൊരു പ്രശ്നം അപ്പോഴും ബാക്കിയാവുക? അതെന്തുകൊണ്ടായിരിക്കാം? കേരളത്തിൻ്റെ അധികാര ഘടനയിൽ ഏറ്റവും സ്വാധീനമുള്ള സമൂഹങ്ങൾ ഒന്ന് ബ്രാഹ്മിൺസ് ആണ്. ജനസംഖ്യ വളരെ കുറവാണെങ്കിലും കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലങ്ങളിൽ അവരുടേതായ ആധിപത്യം അവർ പുലർത്തുന്നു. അത് സംഘടിത ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ജാതിയുടെ പ്രിവിലേജ് മൂലമാണ്. അപ്പോൾ ഞങ്ങൾ UDF സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം, കേരളത്തിലെ 2 മുന്നണികളും ദലിതർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിൽ ഒരേ സമീപനമാണ്, ദലിത് ആദിവാസി വിരുദ്ധ സമീപനമാണ്. കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൃത്യമായ ജാതി കാര്യങ്ങൾ തീരുമാനിക്കുന്ന, കാസ്റ്റ് പ്രിവിലേജ് അനുസരിച്ച് മാത്രം അധികാരവും വിഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു വരേണ്യ രാഷ്ട്രീയം കേരളത്തിലുണ്ട്. അത് വളരെ ശക്തമാണ്. ഇന്ന് ഉത്തരേന്ത്യയെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്ലാമോഫോബിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നു.